birthday to you. Happy birthday to you. Happy birthday, dear Anjalya. Happy birthday to you. May God bless you, Anjalya. May God bless you, Anjalya. May God bless you, Anjalya. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, Anjalya. Happy birthday to you. Thank you, thank you, thank you. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജൂൺ 6-ന്. പക്ഷെ അന്ന് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ക്ലാസ്സൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ ഇത്തരം മക്കൾക്കായാലും പിന്നെ ആങ്ങളുടെ കൊച്ചിനായാലും ഒക്കെ സ്കൂളിൽ പോകണം. അപ്പോൾ അതാണ് കൊണ്ട് നമ്മൾ സെലിബ്രേഷൻ സൺഡേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. രാവിലെ തന്നെ ഞങ്ങൾ കുർബാനയ്ക്കൊക്കെ പോയി വന്നു. സെലിബ്രേഷൻ വെച്ചിരിക്കുന്നത് അമ്മയുടെ അടുത്തേക്ക് കേട്ടോ. അപ്പോൾ അവിടേക്ക് അനിയത്തി സിജി ഫാമിലി വരും, അതുപോലെ തന്നെ സണ്ണി ഫാമിലി അവിടെ വീട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇന്ന് ചേട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാണ്. അപ്പോൾ ചേട്ടനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ചേട്ടൻ അറിയില്ല എന്താണെന്നൊന്നും. അപ്പോൾ ഞങ്ങളിതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം നോട്ടെ, പക്ഷേ കറക്റ്റ് അറിയില്ല എന്തായാലും. അപ്പോൾ ചേട്ടൻ കണ്ടിട്ടില്ലേ. അപ്പോൾ നമുക്ക് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യണം. അപ്പോൾ ചേട്ടൻ കണ്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ അതുവരെ. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞങ്ങളങ്ങനെ അമ്മയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇന്ന് നല്ല കാലാവസ്ഥയാണ്. ഇപ്പോൾ നല്ല വെയിലും ചൂടും ഒക്കെ ആയിട്ട് നല്ലൊരു കാലാവസ്ഥ. ഇന്ന് മഴ ദിവസമല്ല എന്തായാലും. അപ്പം അങ്ങനെ ഞങ്ങളിതാ അമ്മയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ആരെയും കാണുന്നില്ല പുറത്ത്. എല്ലാവരും ഉള്ളിൽ ബിസിയാന്ന് തോന്നുന്നു. സിജി ഫാമിലി എത്തിയിട്ടില്ല. അവർ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് എത്തുള്ളൂ. ബാക്കികളൊക്കെ കൂടി ഉണ്ട്. ഞങ്ങൾ വന്ന് കയറിയതും അഞ്ജുവിനും സ്റ്റീവിനെ മതി. സ്റ്റീവിനെടുത്തതാ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അമ്മതാ ഇവിടെ കഞ്ഞിയൊക്കെ കുടിച്ച് ഇന്നിരിക്കുന്നു. കഞ്ഞിയോടി കഴിഞ്ഞില്ലേ? ഞങ്ങളിന്ന് കാലത്ത് പുട്ടും മുട്ടക്കറിയും. ഞങ്ങൾ വന്ന് കയറി കുറച്ച് സമയമൊക്കെ കഴിപ്പിക്കുന്നത് ആ മിടുവിടെ മാംഗോ ജ്യൂസ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഞങ്ങളുടെ തൊട്ട് പുറകെ തന്നെ സിജി ഫാമിലിയും വരും. അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് കൂട്ടർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ആ മാംഗോ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജ്യൂസ് റെഡിയായി. ഞങ്ങൾക്കൊക്കെ ജ്യൂസ് കിട്ടിയിട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ജ്യൂസായിരുന്നു. അപ്പോൾ അതെ അമ്മയ്ക്കും കൊടുത്തിട്ടുണ്ട് ജ്യൂസ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഇതാ അനിയത്തി ഫാമിലിയൊക്കെ ഇതാ അവരും വരുന്നുണ്ട്. അവരിതാ മുറ്റത്തെത്തിയിട്ടുണ്ട്. അപ്പൊ സിജിയുടെ മക്കളൊക്കെ എത്തിക്കഴിഞ്ഞു. താങ്ക് യു. വെൽക്കം. ഇതാ വരുന്നു സിജിയും ജോജി. കം വെൽക്കം. Thank you. Very happy returns of the day. Happy birthday. രണ്ട് കളർ സ്വർണ്ണ തെറ്റിദ്ധരിക്കല്ലോ. അതിപ്പോ അവർക്ക് തന്നെ അറിയുള്ളൂ. നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പൊ കാണാം. അയ്യോ അപ്പൊ അങ്ങനെ എല്ലാവരും എത്തി. സിജി ഫാമിലി എത്തിക്കഴിഞ്ഞപ്പോൾ അഞ്ജലിയുടെയൊക്കെ സന്തോഷം കണ്ടു. അഞ്ജുന് കളിക്കാനുള്ള കൂട്ടുകാരെയൊക്കെ കിട്ടിക്കഴിഞ്ഞു. റിസി ആയാലും റോൺ ആയാലും ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ സന്തോഷമായി. അപ്പോഴേക്കും മിടു അവർക്കുള്ള ജ്യൂസ് റെഡിയാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചത് അവർക്കും കൊടുക്കണം. പിന്നെ കിച്ചണിൽ ഇത്തിരി മേക്ക് ഓവറൊക്കെ ചെയ്തിട്ടുണ്ട് മിടു. അപ്പോൾ ഞങ്ങളതൊക്കെ നോക്കി കണ്ട് എൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിപ്പിക്കുന്നത്
സണ്ണിക്ക് ഇനി പോകേണ്ട സമയമായിട്ടുണ്ട് ഗ്രേസ് മോളെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഇതാ വർത്താനൊക്കെ പറഞ്ഞ് സണ്ണി ഇറങ്ങാണ് ഗ്രേസിനെ കൊണ്ടുവരാൻ വേണ്ടി പോകണം കേട്ടോ. എവിടേക്ക് പോണേ? ഞങ്ങളൊരു യാത്ര പോവാണ്. ആണോ? എന്നിട്ട് വാങ്ങിക്കാൻ പോണേ? പറഞ്ഞിട്ട് പോ. കേക്കൊക്കെ മേടിച്ചിട്ട് വരാം. ഓക്കെ, എന്നാ ശരി. നല്ല അടിപൊളി കേക്ക്. പേരൊക്കെ എഴുതി. എന്തായാലും അനിയൻ കൂടെയുള്ള എന്നെ കൊണ്ട് ധൈര്യമായിട്ടിരിക്കാം. ഞങ്ങൾ ഈ പ്രാവശ്യം കേക്ക് ഓർഡർ കൊടുത്തിരിക്കുന്നത് അഷ്ടമിച്ചിറയിലുള്ള സ്വീറ്റ് പാർലറിൽ നിന്ന് കേട്ടോ. അപ്പോൾ അവിടെ തലേദിവസം തന്നെ ചേട്ടൻ്റെ അടുത്ത് ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു നമുക്ക് 1 kg പാൻജോ കേക്കാണ് വേണ്ടതെന്ന്. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഇപ്പോൾ അനിലേട്ടനും ജോജിയും കൂടെ പോയിട്ടുണ്ട് കേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അവിടെ ചെന്ന് ആ ഒരു പേര് എഴുതി വാങ്ങിപ്പിക്കുന്നതാണ്. അപ്പോൾ അഞ്ചുമോൾ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ ഡിയർ പപ്പ എന്ന് അതുമേ എഴുതിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ അത് തന്നെയായിട്ട് അവർ എഴുതിപ്പിച്ച് കൊണ്ടുവരുന്നത്. ആ ചേട്ടൻ എഴുതുന്നത് നമുക്ക് കാണാൻ നല്ല ഭംഗിയായിട്ട് എഴുതി തരുന്നുണ്ട് ബ്ലൂ കളർ വെച്ച്. അപ്പോൾ ഇതാണ് ചേട്ടനിന്ന് കട്ട് ചെയ്യാൻ പോകുന്ന കേക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു വാൻജോ കേക്കാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തായാലും അവർ വരുന്നുണ്ട്. അപ്പോൾ അവരെത്തുന്നതിന് മുൻപ് തന്നെയായിട്ട് നമുക്ക് ഫുഡ് നമ്മൾ ഓർഡർ കൊടുത്തിരുന്നതൊക്കെ ഇതാ എത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ നമ്മൾ വിൻസ് കാറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്ററിംഗ് സർവീസിൻ്റെ അടുത്താണ് നമ്മൾ ഫുഡൊക്കെ ഏൽപ്പിച്ചായിരുന്നത്. അപ്പോൾ അവർ ടൈമിന് തന്നെ ഫുഡൊക്കെ എത്തിച്ചു തന്നിട്ടുണ്ട്. ഇവരെത്തുന്നതിന് മുൻപ് തന്നെ ഫുഡ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പിന്നെ അധികം വീട്ടിൽ പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഇതാ ഫുഡുകാർ വന്ന് പോയപ്പോഴേക്കും തന്നെ ഇതാ ഇവരെത്തിയിട്ടോ. ഇവർ കേക്കും അതുപോലെ തന്നെ നമുക്ക് പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും കൂടെ കഴിക്കാൻ ഇത്തിരി പലഹാരങ്ങളൊക്കെ ആയിട്ട് അവരിതാ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇതാ കേക്ക് പൊട്ടിച്ച് നോക്കുന്നത് കേട്ടോ. കേക്കിൻ്റെ കവറൊക്കെ പൊട്ടിച്ച് നോക്കി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല കേക്കാണ്. ഇവിടെ ഇതാ നമ്മുടെ ഫുഡ് ടേബിളും അങ്ങനെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ കളി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീവുട്ട കളിക്കണ കൊച്ച് കളിക്കുക. എന്നിട്ട് കളിക്കണേ? ഭയങ്കര കളിയാ. ഇവിടെ അടുത്ത ഗ്രൂപ്പുകാരുടെ കളി. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേക്കൊക്കെ എടുത്ത് ആ ടേബിൾ മേലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ വെക്കണമെങ്കിൽ അമ്മയ്ക്കും കൂടെ കാണാമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങളിങ്ങനെ ഡോറിൻ്റെ ഫ്രണ്ടിലേക്കായിട്ട് നീക്കി ടേബിളൊക്കെ ഇട്ട് അവിടെ സെറ്റ് ചെയ്യണം കേട്ടോ കേക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ കേക്ക് ഇതാ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഉള്ളിൽ നിന്ന്. അവിടെ ജോജിയും സിജിയും പ്രെയർ ചെല്ലാനുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ ബർത്ത്ഡേയുടെ ഒരു പ്രെയർ അത് ജോജിയെ കൊണ്ട് വായിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ജോജി അതിനുള്ള തയ്യാറെടുപ്പ്. ഇവിടെ കേക്ക് സെറ്റ്. അപ്പോൾ വെള്ള പ്ലേറ്റിലാണ് കേട്ടോ കേക്ക് കൊണ്ടുവന്ന് വെച്ച്. അപ്പോൾ സണ്ണി പറഞ്ഞു നമുക്ക് പ്ലേറ്റ് മാറ്റി, കേക്കും വൈറ്റാണ് പ്ലേറ്റും വൈറ്റാണ്, അപ്പോൾ നമുക്ക് പ്ലേറ്റ് മാറ്റാമെന്നും പറഞ്ഞ് അങ്ങനെ ബ്ലാക്ക് പ്ലേറ്റിലേക്ക് കേക്കിനെ മാറ്റണം കേട്ടോ. എല്ലാവരും നല്ല അടിപൊളി കേക്കാന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്കും കേക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം. അപ്പം അഞ്ചു കൊണ്ട് ഇതാ അമ്മേനെ കേക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാം ഇൻട്രസ്റ്റ് പ്രകാരമാണ് ഇന്ന് ഈ പരിപാടി ഇവിടേക്ക് ആക്കിയിരിക്കുന്നത്. ഓക്കെ, സ്നേഹസമ്പന്ന ഈശോയെ അനിലേട്ടന്റെ ജീവിതത്തിൽ ഒരു വർഷം കൂടി കൊടുത്തതിൽ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ അനിലേട്ടന് ലഭിച്ച എല്ലാ നന്മകളെയും അനിലേട്ടന് കൊടുത്ത എല്ലാ നല്ല അനുഭവങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, അനിലേട്ടന് കൈവന്ന വിജയങ്ങൾ സന്തോഷകരമായ ഓർമ്മകളായും സംഭവിച്ച പരാജയങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ഉദാരമായി പ്രതിസമ്മാനിക്കുകയും ചെയ്യണമേ. ആമേൻ. അമ്മ പാട്ട് പാടണം. അത് ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. Happy birthday to you. Happy birthday to you. Happy birthday dear Anjaliya. Happy birthday to you. May God bless you, Anjaliya. May God bless you, Anjaliya. May God bless you, Anjaliya. Happy birthday to
പറയണം. 50 51 അവർക്ക് ഡൗട്ട് ഉണ്ട്. ആധാർ പ്രകാരം 50 വയസ്സും ഒറിജിനൽ ആയിട്ട് 50. കഷ്ടം കൊടുത്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. അമ്മ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. കുഞ്ഞു കൊച്ചിന് അയ്യോ ഗിഫ്റ്റ് കൊടുത്തില്ല, ഗിഫ്റ്റ് കൊടുത്തില്ല. അഞ്ചു ഗിഫ്റ്റ് കൊടുക്ക്, പപ്പയ്ക്കുള്ള ഗിഫ്റ്റ്. എന്നിട്ട് അതിന് മുറിക്കാ ഗിഫ്റ്റ് വാങ്ങി. അത് വെക്കി, അത് വെക്കി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. രണ്ട് ലൈൻ പാടണം. അയ്യോ അമ്മ അങ്ങോട്ട് കൊടുക്കണ്ട, അമ്മയ്ക്കെല്ലാം കൊടുക്കണ്ടേ. അമ്മ ഒരു കഷ്ണത്തിൽ രണ്ടു കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. കൊച്ചിനെ കഷ്ണം കൊടുക്കട്ടെ. കൊച്ചിനോടത്തില്ലേ? കൊമ്പൊക്കെ എന്ത് ചെയ്യും? സന്തോഷിക്കുന്നതായിട്ട് ആ കുഞ്ഞു കൊച്ചിനെ ഞാൻ കൊടുക്കാം, ഞാൻ കൊടുക്കാം. ചേട്ടൻ ബർത്ത്ഡേക്ക് പാട്ട് പാടുന്നത് കൊള്ളില്ല എന്ന് പറയുന്നത്. അതായത് നിന്റെ സ്വരം യേശുദാസിന്റെ അത്രയ്ക്ക് ആവണില്ല എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. അതെ, ഈ കേക്ക് നമ്മളുണ്ട് മുറിച്ച് മുറിച്ച് പീസ് ഇതെന്തായിരുന്നു കേക്ക്? വാൻജോ, വാൻജോ കേക്ക്. വാൻജോ കേക്ക്. വാൻജോ കേക്ക് നമ്മുടെ 1 kg. അപ്പൊ ഇന്ന് കേക്ക് പീസാക്കി കൊണ്ടുവരാം. ഓക്കെ ഓക്കെ, ഇവിടെ വെച്ച് പീസാക്കാം. ജോജി തന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും പ്ലേറ്റിലൊക്കെ ആക്കി സ്പൂണൊക്കെ കൂട്ടി അങ്ങനെ കൊടുത്തു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാൻജോ കേക്ക് നല്ല സൂപ്പർ ടേസ്റ്റി കേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റീഫൻ ചേട്ടനോട് എത്ര താങ്ക് യു പറഞ്ഞാലും മതിയാവില്ല, കാരണം അത്രയും ടേസ്റ്റി ആയിരുന്നു. വളരെ കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കേക്ക് എല്ലാവരും കഴിച്ച് തീർത്തു എന്നുള്ളതാണ്. 1 kg കേക്കായിരുന്നു, പക്ഷേ അത്രയും ടേസ്റ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പിന്നെയും കഴിക്കാൻ തോന്നി. അങ്ങനെ നമ്മുടെ കേക്ക് പെട്ടെന്ന് തന്നെ അവസാനിച്ചു. അപ്പോൾ അതിന് നമ്മുടെ സ്വീറ്റ് പാർലറിനോട് വളരെയധികം താങ്ക് യു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതാ ഫുഡിൻ്റെ കാര്യത്തിലേക്ക് കിടക്കണം. അപ്പോൾ കേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളിതാ ഫുഡ് ടേബിളുമ്പോൾ അങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു. കേക്ക് കഴിച്ചപ്പോൾ കുറേ നേരം സമയമൊക്കെ എടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം എടുത്താണ് നമ്മൾ കേക്കൊക്കെ കഴിച്ചത്. ബർത്ത്ഡേ ബോയ്ക്ക് കൊടുക്ക്. ബർത്ത്ഡേ ബോയ്ക്ക് സ്പൂൺ മതി. നേന സ്പൂൺ എടുത്തോ, കത്തി വേണ്ടെന്ന്. കത്തി കൊണ്ട് ദൈവമേ, കത്തി ബർത്ത്ഡേയുടെ ദിവസം കളയും. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? മിടു എടുക്കും, മിടു എടുക്ക്. അഞ്ചോ ഇഷ്ടാവും ഈ കേക്ക്. കഴിക്കും. ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് മതിയാ. അതെ, ആ ഒറ്റ സെന്റൻസിൽ കാര്യങ്ങൾ അന്നാ കഴിക്ക് കേക്ക് കഴിക്ക്. ഇത് വാൻജോ. ആ സ്റ്റീഫൻ ചേട്ടന്റെ കടയിൽ നിന്ന്. അപ്പൊ സ്റ്റീഫൻ ചേട്ടന്റെ പ്രത്യേകം താങ്ക് യു. എല്ലാവർക്കും കേക്ക് ഇഷ്ടമായി, സൂപ്പർ എന്ന് പറയണ, അടിപൊളി എന്ന് പറഞ്ഞ വാൻജോ കേക്ക്. നീ കഴിച്ചോ കഴിഞ്ഞാൽ നീ അങ്ങനെ. ഗ്രേസിന് ഇഷ്ടായില്ലേ കേക്ക്? അതാ കണ്ട കൊച്ചു പോലും പറഞ്ഞു നല്ല കേക്ക് സൂപ്പർ. എനിക്ക് അപ്പൊ സ്റ്റീഫൻ ചേട്ടന് സ്പെഷ്യൽ താങ്ക് യു. അപ്പൊ സ്റ്റീഫൻ ചേട്ടൻ കേക്ക് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ ആയിരുന്നു.
താങ്ക് യു അപ്പോൾ ഇവിടെ മൊത്തത്തിൽ കേക്ക് കഴിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിടെയും കേക്ക് കഴിക്കലാണ്. വീട്ടിൽ പിടിച്ചുള്ള ഒരു കേക്ക് കഴിക്കലായിരുന്നു ഇന്നത്തെ കേക്ക് കഴിക്കൽ. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കേക്ക് കഴിച്ച് വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പോയി. സമയം പോയത് അറിഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പിന്നെ എനിക്കിതാ ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഫുഡ് ഓർഡർ കൊടുത്ത് വന്ന് ടേബിളിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ആ ക്ലീൻ റാപ്പൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റാക്കണം. അതുപോലെ പ്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് അങ്ങനെയൊക്കെ വയ്ക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇരുത്താമെന്ന് വെച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കാമെന്ന് വെച്ചു. അപ്പോൾ അമ്മയുടെ ഫുഡും അതുപോലെ തന്നെ കൊച്ചുമക്കളുടെ ഫുഡൊക്കെ ആദ്യത്തെ ട്രിപ്പിൽ ഇതാ കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ കുട്ടിപ്പട്ടാളങ്ങളെയൊക്കെ ഇരുത്തിയേക്കാണ് ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ ഗ്രേസിന് സ്റ്റീവിനൊക്കെ തിരിച്ചായിട്ട് ഇതാ വിടു വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അമ്മയ്ക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇന്ന് ഫുഡ് കഴിക്കട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താറാവിറച്ചി എന്താ പറയുക ഒരു വിരളൻ പാകത്തിന് വെച്ചതുണ്ട്. അപ്പോൾ അത് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ മീൻ കറി മാങ്ങ ഇട്ട് വെച്ചത്, പിന്നെ സാലഡ് ഉണ്ടായിരുന്നു, ക്യാബേജ് തോരൻ, അച്ചാർ, പിന്നെ ഒരു മീറ്റ്. അപ്പോൾ അങ്ങനെ ഈ വക ഐറ്റംസുകളൊക്കെ കൂട്ടിയാണ് ഞങ്ങളിന്ന് ഫുഡ് കഴിച്ചത്. അതിൻ്റെ കൂടെ സ്വീറ്റ് ബ്രെഡും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായ ഫുഡ്, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികളുടെയൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളിരുന്നു അടുത്ത ട്രിപ്പ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വർത്തമാനം പറഞ്ഞിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കണം കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇതാ കിച്ചണിൽ പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് സെറ്റാക്കണം. ഫുഡൊക്കെ ആയാലും കുറച്ച് ബാക്കി വന്നായിരുന്നു. അപ്പോൾ അതെല്ലാം മിഡു അറേഞ്ച് ചെയ്ത് വയ്ക്കുകയാണ്. ഞാൻ സിജിയും കൂടെ പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ കഴുകുകയും കിച്ചണൊക്കെ ഒന്ന് എല്ലാവരും കൂടെ സെറ്റാക്കി അങ്ങനെ അറേഞ്ച് ചെയ്തൊക്കെ ഇട്ടിട്ട് നമുക്കിനി വരുന്ന വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഗ്രേസ് ഇതാ ചേട്ടനെ വിളിച്ച് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഡാൻസ് കളിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴേക്കും ഇതാ സണ്ണി ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. Happy birthday to you. Happy birthday to you. Happy birthday, Anulia. Happy birthday to you. Thank you. അൺബോക്സ് ചെയ്യൂ. അടിപൊളി കേട്ടോ. നന്ദി, താങ്ക് യു. സൂപ്പർ. ഇനി ഞങ്ങൾ തന്ന ഗിഫ്റ്റ്, ഞാനും അഞ്ചും കൂടെ തന്ന ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യും. അഞ്ചു നമ്മുടെ ഗിഫ്റ്റ് കൊടുക്ക്. അൺബോക്സ് ചെയ്യും. സൂപ്പർ. Happy birthday to you. എന്നാലും ഒന്നും കൂടെ കൊടുക്ക്. യെസ്, ഒന്നും കൂടി കൊടുക്ക്. നമ്മൾ അൺബോക്സ് ചെയ്യുന്നതാണ്. കമോൺ. യെസ്. Happy birthday to you. Happy birthday to you. Happy birthday dear Ria. Happy birthday to you. സ്വർണ്ണക്കട്ടി ഇപ്പൊ തുറന്നു നോക്കും. അതെ, സ്വർണ്ണക്കട്ടി ഇല്ല, അത് റെക്കോർഡ് ചെയ്യാനല്ലേ. സ്വർണ്ണാണെങ്കിൽ പകുതി എടുക്കാൻ അല്ല, തരട്ടില്ല. അതെ. പൊട്ടിക്കുമ്പോ സ്വർണ്ണാണെന്നുണ്ടെങ്കിൽ അളിയനെ കനിയണം. മനുഷ്യർക്കൊരു വഴിയുണ്ട്. പരിപാടി അത് അതിന് അതിന്റെ ഒറിജിനൽ സാധനം. ഓ, അതിന് ചെക്ക് വെച്ചിട്ടുണ്ടോ? എന്തായാലും ആയിക്കോട്ടെ. ഇതിന് വെക്കാൻ വേണ്ടിയാണ്. അടുത്ത് തുറക്കട്ടെ. അതായത് ചേട്ടാ അതേപോലെ തന്നെ ഇരിക്കാൻ വേണ്ടി നമുക്ക് അടുത്ത് നോക്കാം. 1 2 3. ഇതിനുള്ളിൽ നമ്മൾ പാട്ട് പാടിയായിരുന്നല്ലോ. കട്ടി പഠിക്കോ? പൊട്ടിക്കാണത്. ഒന്നൂടെ. സൂപ്പർ. താങ്ക് യു.
സാവകാശം തുറന്നാൽ മതി. അപ്പൊ ഇതാട്ടോ ഇതൊരു ഷർട്ട്. അല്ല ഇത് മാറണം ഇനി, അതുകൊണ്ട് ബില്ല് കളഞ്ഞു ഇത് കളഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാറി എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പേരിൽ മാറി പാറവള്ളി മാറി എല്ലാവർക്കും താങ്ക് യു. അപ്പൊ അമ്മേനെ കൊണ്ടുപോയി കാണിക്കും ചേട്ടാ, അമ്മ അവിടെ വെയിറ്റിംഗ്. അതാ ലിജിയുടെ. ഇത് സണ്ണയുടെ വക ഷർട്ട്. 2 ഷർട്ടാ. ഇത് ഷർട്ട്, ഇതൊരു ഷർട്ട്, ഇതൊരു പേഴ്സാ. ഇത് ഇങ്ങനെ നിറഞ്ഞു വരണമെന്നാ പറയുന്നത്. കുമാന്ന് നിറഞ്ഞു വരണം. ഇതാ അടുത്ത ഷർട്ട്. അടിപൊളിയല്ലേ? അടിപൊളി. അതാണ് ഇന്നത്തെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് അൺബോക്സിങ് എല്ലാം കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കുറേ തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. നിങ്ങളെ കുറച്ച് ഭാഗമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. അങ്ങനെ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മിഡു ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് എല്ലാവരും ടേബിളിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. കുഞ്ഞുമക്കളും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് എത്തി. അവർ ആദ്യം ചായ കുടിച്ച് അവർ ഓരോ പലഹാരങ്ങളൊക്കെ കൊച്ചു പലഹാരങ്ങളൊക്കെ എടുത്ത് കഴിച്ച് അവർ വേഗത്തിൽ തന്നെ പോയി. അവർ ടി വിയുടെ ഫ്രണ്ടിൽ നിന്ന് പാട്ടൊക്കെ വെച്ച് അവിടെ പൊരിഞ്ഞ ഡാൻസ് കളിയാണ്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ ഡാൻസ് കളിയും കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളിവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പഴയ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് പറഞ്ഞ് ചിരിച്ചു പോകും. അപ്പോൾ അത് ഏറ്റുപിടിച്ച് ചിരിക്കാനും തമാശ പറയാനും ചേട്ടനുണ്ട്, അതുപോലെ തന്നെ ജോജിയുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരുന്നു കേട്ടോ. കുറച്ച് നേരം അമ്മയുടെ അടുത്ത് പോയിരുന്നു, വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ ചായയുടെ സ്പെഷ്യൽ കിണ്ണത്തപ്പവും പിന്നെ ഉണ്ണിയപ്പം കേട്ടോ, പിന്നെ വട്ടയപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂട്ടി ഞങ്ങൾ അങ്ങനെ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ല തകർപ്പൻ ഡാൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ ഒരു ചെറിയ ക്ലിപ്പ് കാണിച്ചു തരാം. പക്ഷേ അവർ മ്യൂസിക് വെച്ച് കളിക്കുന്നതുകൊണ്ട് ഞാൻ മ്യൂസിക് ഇവിടെ പ്ലേ ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മ്യൂസിക് കേൾപ്പിക്കുന്നില്ലേ നിങ്ങളെ. അപ്പം അങ്ങനെ ഇവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു കുറച്ച് നേരം. അവർ വെറുതെ മ്യൂസിക്കൊക്കെ വെച്ച് വെറുതെ കളിച്ചു കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അവരൊക്കെ അങ്ങനെ ഡാൻസ് കളിയൊക്കെ കഴിഞ്ഞ സമയത്ത് പിന്നെ ഞങ്ങൾ കാർഡ്സ് കളിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഇതേ ഒരുമിച്ചിരുന്ന് കാർഡ്സ് കളിക്കുക കേട്ടോ. സമയം പോയതൊന്നും അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ. ഫുഡ് ഓൾറെഡി നമുക്ക് ഉച്ചക്കാലത്തെ ഫുഡൊക്കെ കുറേശ്ശെയായിട്ട് ബാക്കി ഉണ്ടായിരുന്നു വൈകുന്നേരത്തേക്ക്. അപ്പോൾ പിന്നെ വേറെ കുക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഫ്രീ ആയിരുന്നു. അപ്പോൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ കാർഡ്സൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും വട്ടത്തിലിരുന്ന് ഒരുപാട് കളിച്ചു. അപ്പോൾ നല്ലൊരു എൻജോയ്മെൻറ്റ് ടൈം തന്നെയായിരുന്നു അത്. ഇന്ന് ചേട്ടൻ്റെ ബർത്ത്ഡേ ശരിക്കും എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ സ്റ്റീവിനെയൊക്കെ മിഡു സണ്ണീനെ ഏൽപ്പിച്ച് മിഡു വന്നിരുന്ന് കളിക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സണ്ണി മിഡുവിൻ്റെ അടുത്ത് സ്റ്റീവിനെ ഏൽപ്പിച്ച് സണ്ണി വന്നിരുന്ന് കളിച്ചു. അങ്ങനെ മാറി മാറി ഞങ്ങളെല്ലാവരും കളിച്ചു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വീണ്ടും രാത്രിയിലത്തെ ഫുഡിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ റെഡിയാക്കി ടേബിളിൽ വെച്ചതാ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണമെങ്കിൽ എല്ലാവർക്കും വീടുകളിലേക്കൊക്കെ തിരിക്കാനായിട്ട്. ഉച്ചക്കലത്തെ ഫുഡ് എല്ലാം തന്നെ കുറേശ്ശെ ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ മിഡു എഗ്ഗ് കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടുള്ള എഗ്ഗ് കറിയും കൂടി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും തന്നെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങണം കേട്ടോ. അപ്പോൾ അവരോടെല്ലാം ബൈ ബൈ പറഞ്ഞ അമ്മയോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങണം. ശരിക്കായാലും പിള്ളേരെയൊക്കെ പിറ്റേ ദിവസം സ്കൂളിലേക്ക് വിടേണ്ടതാണ്. ഞങ്ങൾക്ക് വീട്ടിൽ പണിക്കാർ വരും പെയിൻറ്റൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അന്ന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞതാ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്ന വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.